വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനായി 2007 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സമ്പൂർണ്ണ കായികക്ഷമതാ പദ്ധതി. എന്നാൽ കായികക്ഷമതയിലും കായിക മത്സരങ്ങളിലെ മികവിലും മുൻപേ പറക്കുന്ന പക്ഷിയാണ് ഇടുക്കി ജില്ലയിലെ സെയിന്റ് ജോസഫ്സ് കരിമണ്ണൂർ. ഒപ്പം മറ്റു പ്രവർത്തനങ്ങളിലും. നമുക്ക് സ്വാഗതം ചെയ്യാം സെയിന്റ് ജോസഫ്സ് കരിമണ്ണൂരിനെ ഈ വേദിയിലേക്ക്. സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമാനൂരിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. കരിമണ്ണൂരിനും പരിസര പ്രദേശങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണുള്ളത്. കുറേയേറെ കർഷക ജനത വസിക്കുന്ന നാടാണ് കരിമണ്ണൂർ ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ സുസ്ഥിര വികസനത്തിന്റെ നാഴികക്കല്ലായി പരിലസിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രമാണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആയിരത്തി 1935 വെറും 40 കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ. ഈ സ്കൂൾ 1948 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. ഇന്ന് ഈ സ്കൂളിൽ 1405 കുട്ടികളും 45 അധ്യാപകരുമുണ്ട്. സർ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ? ഹരിത വിദ്യാലയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന 10 ഐറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തന്നെ തിരിച്ചറിയുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പഠന അനുബന്ധ പ്രവർത്തനങ്ങളും വിഭവ സമാഹരണവും അതുപോലെ ഭരണ കാര്യക്ഷമതയുമാണ്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. നിങ്ങൾ അവിടെ ഈ നല്ല പരിസ്ഥിതി ബോധമൊക്കെ ഉണ്ട്. നല്ല സ്കൂളൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി കുട്ടികളെല്ലാവരും കൂടി അങ്ങ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഇല, ഈ പഴുത്ത് വീണ ഇലകൾ അവിടെ നിങ്ങളവിടെ കൊണ്ട് ഇട്ടിട്ട് തൂത്തുവാരിയതാണോ അതോ നേരെ വീണ് കിടന്നതാണോ? അല്ല അല്ല, ആണോ? ഞങ്ങളുടെ സ്കൂളിൽ കുറെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറെ അധികം മരങ്ങളുണ്ട്. അത് ശരി. അപ്പോൾ അതിൽ നിന്നുള്ള ഈ മരങ്ങളിൽ നിന്ന് ഇല പൊഴിയുന്നതേ ചില മാസങ്ങളിൽ കൂടുതലാണോ അതോ എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഇതുപോലെ ചെന്ന് ഒരുപാട് തൂത്തുവാരേണ്ട അത്രയും കാണുമോ? ഈ മഹാഗണികളാണ് ഞങ്ങളുടെ സ്കൂളുകളിൽ കൂടുതൽ. അപ്പം ഒരു നിശ്ചിത സമയമാകുമ്പോൾ അതാണ് ചോദിച്ചേ. ഇല പൊഴിയുന്നതേ ചില മാസങ്ങളിൽ കൂടുതലും ചിലപ്പോൾ കുറവുമാണോ? അതെ. ആണോ? ഏത് മാസത്തിലാണ് നിങ്ങൾക്ക് ഒരുപാട് തൂത്തുവാരേണ്ടി വരിക? നവംബർ ഡിസംബർ മാസങ്ങളിൽ. നവംബർ ഡിസംബറിലാണ് അല്ലേ? ആ ഋതുവിന് എന്താ പറയുക? സീസണിന് ഇല പൊഴിയുന്ന കാലം ശിശിരം. ശിശിരമാണ്. അപ്പോൾ ഏതൊക്കെ ഋതുക്കളുണ്ട്? വസന്തകാലമുണ്ട്. വസന്തകാലമുണ്ട്. നിങ്ങൾ സാധാരണ നാട്ടുഭാഷയിൽ വസന്തം എന്നാണ് അതിന് പറയുന്നത്. പൂക്കാലം. ശരി. അങ്ങനെ എന്നാൽ ആ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ എത്ര ഋതുക്കളാണ് നമ്മൾ പറയുന്നത്? 6 ഋതുക്കളാണ്. അറിയാമോ? അതിൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാൻ അല്ലേ? വസന്തം, ശിശിരം, പിന്നെ ഹേമന്തം, പിന്നെ വർഷകാലമുണ്ട്, വർഷം, പിന്നെ വേനൽക്കാലം. അങ്ങനെ ഒരു ഈ 6 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത് വരുമോ? ഇല്ല. ഇംഗ്ലീഷിൽ എങ്ങനെയാ സീസൺ പറയുന്നത്? സമ്മർ സീസൺ, വിന്റർ സീസൺ. പിന്നെ ഒരു മുറയ്ക്ക് പറയൂ. സമ്മർ കഴിഞ്ഞാൽ ഉടനെ വിന്റർ ആണോ? അല്ല, അത് എന്താണ്? അഭിജിത്ത് പറയാം അല്ലേ? അത് നിരക്കി പറയുകയാണെങ്കിൽ സമ്മർ, ഓട്ടം, വിന്റർ, സ്പ്രിംഗ്. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ അല്ലേ? അപ്പോൾ അതിൽ ഏത് കാലത്താണ് ഈ ഇല പൊഴിയുന്നത് ജോർജ് കുട്ടി? സ്പ്രിങ്ങിലാണ് ഇല പൊഴിയുന്നത് അല്ലേ? അപ്പോൾ ഇല ഒരുപാട് പുതിയ നാമ്പുകൾ മുടിക്കുന്നത് എപ്പോഴാണ് ദീപു? ഓട്ടത്തിലെ ഇല പൊഴിയും. നിങ്ങൾ രണ്ടും സ്ഥലം മാറിയിരിക്കണം കേട്ടോ. ദീപു പറയുന്നത് സ്പ്രിങ്ങിലാണ് ഇല പൊഴിയുന്നത്. ദീപു പറയുന്നു ഓട്ടത്തിലാണ് പുതിയ നാമ്പുകൾ വരുന്നതെന്ന്. നേരെ മറിച്ചായിപ്പോയി. ദീപു ഇപ്പുറത്തിരിക്കണം, സ്പ്രിങ് ഇപ്പുറത്തിരിക്കണം. സ്പ്രിങ് എന്ന് പറയുന്നത് തന്നെ പുതിയ നാമ്പുകൾ പൊട്ടി മുളയ്ക്കുന്നതാണ്, സ്പ്രിങ്ങിങ് അപ്പ്. ഓട്ടമിന് വേറൊരു പേരും പറയാറുണ്ട്. അമേരിക്കക്കാർ പറയുന്നത് ഫോൾ എന്നാണ്. ഫോൾ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാവും. എന്താ വീഴുന്നത്? മഞ്ഞാണോ? അല്ല, ഇല വീഴുന്ന കാലമാണ്. നമ്മിത് ക്ലോറിൻ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? അത് ക്ലോറിനേഷൻ നടത്താൻ വേണ്ടിയിട്ട്, അതായത് ജലം ശുദ്ധീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്ലോറിനേഷൻ. അതായത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ജലത്തിന്റെ
പറ്റി ഒരു സർവേ നടത്തി. അതായത് ജലസ്രോതസ്സുകൾ മലിനമായിട്ടുള്ളത്, പിന്നെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തി. എങ്ങനെയാണ് നോക്കിയത് മലിനമായിട്ടുണ്ടോ? അതായത് ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പല ഭാഗങ്ങളിൽ. അല്ലല്ല, അതിന്റെ എങ്ങനെയാണ് നിങ്ങൾ ഈ ജലം മലിനമായോ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾക്ക് വെള്ളം എടുത്ത് പരിശോധിക്കാനുള്ള സൗകര്യമില്ല. ഞങ്ങൾ അവിടെ കിണറാണ് പ്രധാനമായിട്ടുള്ള ജലസ്രോതസ്. അപ്പം ഞങ്ങൾ കിണറിന് ചുറ്റുമതിലുണ്ടോ, പിന്നെ അഴുക്ക് വെള്ളം ഒഴുകി ചേരാനുള്ള സാഹചര്യമുണ്ടോ, അതെല്ലാം പരിശോധിച്ചു. ഏതെല്ലാം രീതിയിലാണ് ജലം മലിനമാകുന്നത്? പ്രധാനമായും ജലം മലിനമാകാനുള്ള സാഹചര്യം അതിന് ചുറ്റുമതിലില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ടോയ്ലറ്റ് സംവിധാനം അടുത്ത് ഒരു 25 മീറ്റർ അകലെ അല്ലാത്ത ഇത് പ്രധാനമായും അത് മലിനമാകാൻ സാഹചര്യമുണ്ട്. പിന്നെ മരങ്ങളിൽ നിന്നും ഇലകൾ വീഴുമ്പോൾ, അതായത് വലകളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ മലിനമാകാനുള്ള സാഹചര്യമുണ്ട്. ജലം ഇതെല്ലാം എടുത്തിട്ട് നിങ്ങൾ എവിടെ കൊണ്ടുപോയി പരിശോധിച്ചത് മലിനമായിട്ടുണ്ടോന്ന്? അത് ഞങ്ങൾക്ക് സംവിധാനം ഇല്ലാത്തതിനാൽ ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു. എവിടെ കൊടുത്തു? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. എന്നിട്ട് എത്ര നിങ്ങൾ കണ്ടെത്തി, എത്ര സാമ്പിള് മലിനമായിരുന്നു? ഞങ്ങൾ കൊടുത്തതിൽ ഏകദേശം ഒരു 10% മലിനമായിരുന്നു. അതിനാൽ ക്ലോറിനേഷൻ 6 മാസത്തിലൊരിക്കൽ നിർബന്ധമാക്കി. ക്ലോറിനേഷൻ 6 മാസത്തിലൊരിക്കലോ? ഏതാ കിണറുകളിലോ? ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാണോ? നേരത്തെ ഇതുണ്ടായിരുന്നു, ക്ലോറിനേഷൻ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് അവർ കൂടുതൽ അത് നിർബന്ധമാക്കി. നിങ്ങൾ എങ്ങനെയാണ് അത് ക്ലോറിനേറ്റ് ചെയ്തത്? ഒരു ക്ലോറിൻ ചെയ്യുമ്പോൾ ഒരു കണക്കുണ്ട്, അറിയോ? അത് പറഞ്ഞോ? അറിഞ്ഞുകൂടാ. ആരാണ് ഈ ക്ലോറിനേഷൻ പറഞ്ഞു തന്നത്? അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് ആരാ പറഞ്ഞു തന്നത്? അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അവരെന്താണ് ചെയ്തതെന്നോ അറിയാമോ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് 6 മാസത്തിലൊരിക്കൽ അവർ തന്നെ വീടുകളിൽ വന്ന് ക്ലോറിനേറ്റ് ചെയ്യാറുണ്ട്. അവർ തന്നെ വന്ന് ക്ലോറിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ആണോ? നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചോ? അതെ, ഞങ്ങളുടെ അവിടെ കരിമണ്ണൂർ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും തന്നെ. അപ്പം എൻ്റെ ഒരു നിർദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ആരെയാണ് സമീപിച്ചത്? നിങ്ങൾ എന്തൊക്കെയോ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന കണ്ടില്ലേ, വേറെ പുറത്തുനിന്നൊക്കെ വന്നിട്ട് എന്തൊക്കെയോ ക്ലാസ്സുകൾ എടുക്കുന്നു. അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരാൾ വന്നിട്ട് ഈ ക്ലോറിനേഷൻ എന്നുള്ള ആ ഒരു പ്രക്രിയ അതെന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ ഞങ്ങളൊരു സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു, പിന്നെ 6 മാസത്തെ ഒരിക്കൽ കിണറ്റിൽ കൊണ്ടുവന്ന് ക്ലോറിൻ ഇട്ടു എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു LP സ്കൂളിലെ പിള്ളേർ പറഞ്ഞാൽ ഞാനങ്ങ് വിട്ടേനെ. അവരത്രയൊക്കെ മനസ്സിലാവും. നിങ്ങളിപ്പോൾ കുറച്ചുകൂടെയൊക്കെ കാര്യവിവരമുള്ളവരല്ലേ, കുറച്ചുകൂടെയൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും അറിയാനുള്ള ആഗ്രഹവും ഒക്കെ കാണിക്കണം. ഈ മേപ്പൊക്കെ ചെയ്യാൻ അറിയാവോ? മേപ്പ് MAP. ഈ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകൾ. ഉറപ്പല്ലേ? എന്നെ മാറ്റി പറയൂലല്ലോ? ഇല്ല. ഒരു 5 ജില്ലകൾ ഒരു മേപ്പിൽ രേഖപ്പെടുത്താൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രമം ഒന്ന് പറയാവോ? കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, പത്തനംതിട്ട. വേറെ ആർക്കും പറയാവോ ക്രമത്തിൽ? തൃശ്ശൂർ. അപ്പൊ കോഴിക്കോട് എവിടെയാ വരിക? ക്ഷമജ്യോതിക്ക് എന്റെ ജില്ല നഷ്ടപ്പെടുത്തി. ആരെങ്കിലും പറയാവോ? ജോർജ് കുട്ടി പറയാൻ പറ്റില്ല. അതെന്താ? അത് നിങ്ങളിപ്പം മൂവാറ്റുപുഴയെന്നല്ലേ വരുന്നത്? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ജില്ല ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ശരി, അപ്പോൾ സ്കൂളിൽ പോയിട്ടൊന്ന് ആലോചിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തിക്കോടിയൻ്റെ ഒരു നാടകം പഠിക്കാനില്ലേ? അരങ്ങു കാണാത്ത നടൻ എന്നൊരു പാഠം പഠിക്കാനില്ലേ? ഇല്ലേ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഉണ്ട്. അത് നാടകമാണോ? അത് നാടകമല്ല. അത് ഒരു നാടകത്തിന്റെ നടനും സംവിധായകനും തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് പറയുന്നത്. അപ്പോൾ തിക്കോടിയന്റെ ഒരു പാഠം പഠിക്കാനുണ്ടോ അല്ലെ നാടകം പഠിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? തിക്കോടിയന്റെ നാടകമല്ല പഠിക്കാനുള്ളത്, അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള അരങ്ങു കാണാത്ത നടൻ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പഠിക്കാനുള്ളത് എന്ന് പറയണം കേട്ടോ. മലയാളം എടുക്കുന്ന അധ്യാപകൻ ഇതിലുണ്ടോ? സോഷ്യൽ സയൻസ് എടുക്കുന്ന ആളുണ്ടോ? എന്താ മാഷേ ഇതൊക്കെ? കുട്ടികൾക്ക് ജില്ലകൾ പറയാൻ പറ്റുന്നില്ല, ഒരു പാഠത്തെക്കുറിച്ച് ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. മോശമല്ലേ? നല്ല കുട്ടികളാണ്. എവിടെയോ ഒരു
തോട്ട് പോയിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ചോദിക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലേ? അങ്ങനെ സമാധാനിക്കാം നമുക്ക്. എങ്ങനെയാണ് ഒരു എയ്ഡഡ് സ്കൂൾ ഇത്രയും പണം സമാഹരിച്ചത്? അതിൻ്റെ ഒരു വിദ്യ ഒന്ന് പറഞ്ഞുതരാമോ? കാരണം പല എയ്ഡഡ് സ്കൂളുകളും ഈ സർക്കാർ പദ്ധതികൾ വഴിയുള്ള പണമൊന്നും കിട്ടാതെ വലയുന്നുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും സാധിച്ചെടുത്തത്? നിങ്ങൾ ആ ശക്തി മേഖലയായിട്ട് ഐഡന്റിഫൈ ചെയ്തത് വളരെ കറക്റ്റാണെന്ന് ഇത് വായിച്ചപ്പോൾ തോന്നി. കാരണം ഇത്രയും പദ്ധതികൾ ഒരു എയ്ഡഡ് സ്കൂളിന് എങ്ങനെ കിട്ടി? ഞാൻ അവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാനവിടെ ഹെഡ് മാസ്റ്ററായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് പല അവിടെ എത്തിയിട്ട് എത്ര കാലമായി? ഞാൻ അവിടെ എത്തിയിട്ട് 3 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും ജോലികളൊക്കെ ചെയ്തു വന്നപ്പോൾ ആ സ്കൂളുകളായിട്ട് താരതമ്യം ചെയ്തപ്പോൾ വളരെയേറെ സൗകര്യങ്ങളുടെ അപര്യാപ്തത ദൃഷ്ടിപ്പെട്ടു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഒരു എയ്ഡഡ് സ്കൂളാണ്, നാട്ടിലിറങ്ങി ഒത്തിരി പണമൊന്നും സമാഹരിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ അടുത്തേക്ക് തന്നെ ചെല്ലുക എന്നുള്ളതാണ്. ആദ്യം ഞങ്ങളുടെ MLA അടുത്ത് ചെന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശ്രീ PJ ജോസഫ് സാറിൻ്റെ അടുത്ത് ചെന്നു. സാർ ഇങ്ങനെയാണ് സാഹചര്യം, മുഴുവൻ ഹാളുകളാണ്, ക്ലാസ് റൂമുകളൊന്നും ഇല്ല, പഴയ സ്കൂളാണ്, അതിനുശേഷം കാര്യമായ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ പുതിയ സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അത് പ്രകാരം ആദ്യം അദ്ദേഹം ചെയ്തു തന്നു ഞങ്ങൾക്കൊരു എഡ്യൂസാറ്റ് പ്രോഗ്രാമിനുള്ള പൈസ അനുവദിച്ചു തന്നു. അതിനുശേഷം ഗ്രൗണ്ടും എല്ലാം. ഏത് വർഷമായിരുന്നു? 3 വർഷം മുൻപ്, 2008. അതിനുശേഷം ഞങ്ങൾ ചോദിച്ചു, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗമെല്ലാം പഴയ സ്കൂൾ കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞ് ഇങ്ങനെ കിടക്കാം. അപ്പോൾ അതിനുള്ള സാറിനോട് പൈസ ചോദിച്ചപ്പോൾ വീണ്ടും സാറ് 1 ലക്ഷം രൂപ അതിന്. അടുത്തുള്ള സർക്കാർ സ്കൂളുകളൊന്നും ബഹളം ഉണ്ടാക്കിയില്ലേ? അല്ല, അങ്ങനെയല്ല. അപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്കൂളും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു സ്കൂളാണ്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി എല്ലാം നടക്കുന്ന ഒരു സ്ഥലവുമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ആ പൈസ തന്നു. അതിനുശേഷം ഇപ്പോഴത്തെ MP നിന്നാണെങ്കിലും നമുക്കൊരു 2 ലക്ഷം രൂപ സ്കൂൾ നവീകരണ കാര്യങ്ങൾക്കായിട്ട് കിട്ടി. ടീച്ചർ പറഞ്ഞു, ഭക്ഷണം കിട്ടാതെ തലകറങ്ങി വീഴുന്ന കുട്ടികളുള്ള ഒരു സ്കൂള് അത് ഇടുക്കി ജില്ലയിലാണെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന ഒരു കാര്യം. നമുക്ക് കാർഷിക വിഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. സാറ് പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട്. അപ്പം അത്തരം കുട്ടികളെ കണ്ടെത്തി അവർക്ക് 3 നേരം തലകറങ്ങി വീഴാതെ ആഹാരം കഴിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ എന്നുള്ള നിലയിൽ സാറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയാമോ? അതിനാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരു സർവേ നടത്തിയിട്ട്, ക്ലാസ്സുകളിൽ നിന്നുള്ള സർവേ നടത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ തിരഞ്ഞു പിടിച്ചിട്ട് ഈ വർഷം തുടങ്ങി നമ്മളൊരു ചെറിയൊരു ലഘു ഭക്ഷണം രാവിലെ കൊടുക്കുവാനും വൈകുന്നേരം കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ആലോചിച്ചെന്ന് വെച്ചാൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഉച്ചഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മുട്ട വിതരണമാണെങ്കിലും പാൽ വിതരണമാണെങ്കിലും നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവിടെ 1-2 കോളനി ആയിട്ടുള്ള ഭാഗമുണ്ട്. ആ ഭാഗത്തുള്ള കുട്ടികളെയാണ് നമ്മൾ ഭക്ഷണവുമായിട്ട് കൂട്ടി ബന്ധിപ്പിക്കേണ്ട ഉള്ളത്. അവർക്കുള്ളതാണ് രാവിലെ നമ്മൾ ഒരു 9:15 നമ്മൾ നേരത്തെ വരുന്ന കുട്ടികൾക്കും നേരെ ക്ലാസ്സിലെത്തുന്നവർക്കുമായിട്ട് ഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തേനീച്ച വളർത്തുന്നു എന്ന് പറഞ്ഞു അല്ലേ, സ്കൂളിൽ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ജൈവ വൈവിധ്യ സംരക്ഷണവും തേനീച്ച വളർത്തുന്നതും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നതെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ തേനീച്ചകൾക്ക് പ്രധാന പങ്കാണുള്ളത്. എന്താണത്? പരാഗണം, പരപരാഗണം വഴി സസ്യങ്ങളെ നിലനിർത്താൻ തേനീച്ചകൾ സഹായിക്കുന്നുണ്ട്. അത് ഏത് തേനീച്ചയാണ് നിങ്ങൾ സ്കൂൾ വളർത്തുന്നത്? നമ്മുടെ നാടൻ തേനീച്ചയാണോ? ഏതാണ്? എന്താണ് അതിന്റെ പേരറിയാവോ? അതിന്റെ ഒരു ശാസ്ത്രീയ നാമമോ അങ്ങനെ എന്തെങ്കിലും ആരും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞങ്ങളുടെ സ്കൂളിൽ 5 പെട്ടികളാണുള്ളത്. അതിൽ 3 എണ്ണം ഞൊടിയൻ തേനീച്ചയും 2 എണ്ണം ചെറുതേനീച്ചയുടെയാണ്. ചെറുതേനീച്ചയുണ്ട്. ഓക്കെ. ഇനി സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമാനൂരിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 79.8 out of 100.